പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ഈ മാസത്തിലേക്ക് വേണ്ടിയുള്ള ശക്തമേറിയൊരു പ്രവചന ശബ്ദം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവിക ദൂതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മാസം അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ, ആ പ്രവചന ശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ മറിയോട് കടന്നു വന്ന് പറയുന്നു, നിനക്കൊരു മകൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് മറിയുടെ ചോദ്യം, ഞാനൊരു പുരുഷനെ അറിയാവുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അടുത്തത് ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി തന്നെ ഈ ദൂതിനെ ഞാൻ കൈമാറുകയാണ്. ദൈവത്തിന് ഒരു കാര്യം പോലും അസാധ്യമല്ലല്ലോ. അർത്ഥാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ പറ്റും. ആമേൻ. ചിലരോടുള്ള ദൈവിക ദൂതാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. മോശ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മോശയ്ക്ക് അത് അസാധ്യമായിരുന്നു. 35 ലക്ഷം കടന്നു വരുന്ന ജനത്തിന് അത് അസാധ്യമായിരുന്നു. യോശുവ യെരിഹോ മതിലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ യോശുവയ്ക്ക് അത് അസാധ്യമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ശക്തരായ രാജാക്കന്മാർ ഇസ്രയേലിന് നേരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവർക്കത് അസാധ്യമായിരുന്നു. എന്നാൽ സാധ്യമാക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഒറ്റ കാരണത്താലാണ് അവർ യുദ്ധങ്ങളെ ജയിച്ചു കയറുവാനിടയായി തീർന്നത്. ഇന്ന് ഈ പ്രവചന ശബ്ദത്തിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അസാധ്യത്തിലേക്ക് നിങ്ങൾ നോക്കാതെ സാധ്യമാക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ ദൈവമേ, ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് അസാധ്യത്തിന്റെ മുൻപിലാണ് ഇവർ ആയിരിക്കുന്നത്. സാധ്യതകൾ ഇവരുടെ മുൻപിൽ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ പല കാര്യങ്ങളും ഇവരുടെ മുൻപിൽ സാധ്യമായിരിക്കും. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ചെങ്കടലിന്റെ മുൻപിൽ നിന്ന ഇസ്രയേൽ ജനത്തിന് പുതിയ വഴി തുറന്നു കൊടുത്തതുപോലെ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ദൈവം പുതിയ വഴികളെ തുറന്നു കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അവരുടെ മുമ്പിൽ വെല്ലുവിളിയായി നിരുന്ന യെരിഹോ മതിൽ തകർന്നു വീഴുന്നത് പോലെ
ഈ ജനത്തിന്റെ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, നിരാശ, ഡിവോഴ്സ്, അസാധ്യം, ഇതെല്ലാം താളടിയായി സന്തോഷത്തോടുകൂടി ദൈവപ്രവൃത്തി കാണുന്ന ഒരു ദിവസമായി, ഒരു മാസമാക്കി ദൈവം ഈ മാസത്തെയും ദിവസങ്ങളെയും തീർക്കുന്നതിനായി അങ്ങക്ക് നന്ദി പറയുകയാണ്, അനുഗ്രഹിക്കുന്നു. യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് വിടുതലിൻ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ യാത്രകളിലായിരുന്നു. അതിനേക്കാൾ ഉപരിയായി കുറച്ച് നാളുകളായി ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ടാണ് വിടുതലിൻ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ ഉണ്ടാകാതിരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതെങ്കിൽ ദയവായി ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൈവിക ദൂതിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി അവസാനമായി പ്രാർത്ഥിച്ചു നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അത് പറയുന്ന പ്രകാരമാണ്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇതിന്റെ ആദ്യത്തെ വരിയിൽ നിന്നുകൊണ്ടാണ്, ഫസ്റ്റ് സെന്റൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബിഹോൾഡ് the Lord's hand is not shortened. അവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പദം തന്നെ ബിഹോൾഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതാ, നോക്കുക, ശ്രദ്ധിക്കുക, തീർച്ചയായും എന്നുള്ള വളരെ ആശ്ചര്യത്തോടു കൂടിയുള്ള ഒരു പദം കൊടുത്തിട്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. തീർച്ചയായും. ആമേൻ, ഹല്ലേലൂയ. നോക്കുക, ശ്രദ്ധിക്കുക. ദൈവത്തിന് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് എന്നുള്ള ആശ്ചര്യം കുറിക്കുമാറാകുന്ന ഒരു പദത്തോടു കൂടിയിട്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. ഈ 2026 ഓഗസ്റ്റ് മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളോടും ഇതേ വേടിനെ തന്നെ ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ്. ശ്രദ്ധിക്കുക, കേൾക്കുക. ആമേൻ, ഹല്ലേലൂയ. തീർച്ചയായും എൻ്റെ ദൈവത്തിന് ഈ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എന്തോ ഒന്ന് പുതിയതായി ചെയ്യുവാനുണ്ട്. ശിവന്റെ നാമത്തിൽ ഇത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വേർഡ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയതായൊന്ന് ദൈവം ചെയ്യട്ടെ. ഇതെന്റെ പ്രാർത്ഥനയാണ്. പുതിയതായൊരു ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ നീ കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. ഈ വാക്യം വായിക്കുമ്പോൾ പണ്ട് തൊട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നൊരു മെന്റൽ പിക്ചർ എന്ന് പറയുന്ന പ്രകാരമാണ്. ഒരു വ്യക്തി ഒരു കുളത്തിൽ വീണ് അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ വ്യക്തി കൈ നീട്ടുന്നുണ്ട്. ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് വളരെയധികം പരാക്രമത്തോടുകൂടി, അല്ലെങ്കിൽ വേദനയോടുകൂടി, ജീവൻ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവൻ ആ വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പുറത്തുനിന്ന് വന്നൊരു വ്യക്തി അദ്ദേഹത്തെ കൈ പിടിച്ച് ഉയർത്തുവാൻ നോക്കുന്നുണ്ട്.
എന്നാൽ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. ആമേൻ. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ വേർഡ് പറഞ്ഞിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു വ്യക്തിക്ക് രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ഇതിനോട് കൂടെ ഞാൻ ഈ പദങ്ങളൊന്ന് പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ്, നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നീ ചിന്തിച്ച് പല വ്യക്തികളുടെ മുൻപിൽ കൈ നീട്ടിയില്ലേ? ഫിനാൻസിന് വേണ്ടി വളരെ പ്രതീക്ഷകളോടുകൂടി ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി, വളരെ പ്രതീക്ഷകളോടുകൂടി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, വളരെ പ്രതീക്ഷകളോടുകൂടി ആ ബന്ധം റിസ്റ്റോർ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. എന്തിനു പറയുന്നു? വളരെ പ്രതീക്ഷകളോടുകൂടി പല വ്യക്തികൾ നേർച്ച കാഴ്ചകൾ ചെയ്തു, പല ദൈവങ്ങളുടെ അടുക്കൽ കടന്നുപോയി. എന്നിട്ടും നിരാശ മാത്രമാണ് എൻ്റെ മുൻപിൽ ഉള്ളത്, ഇനി എൻ്റെ മുൻപിൽ ഒരു വഴിയില്ല എന്ന് പറയുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇതാ നോക്കുക, ശ്രദ്ധിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആമേൻ അവന്റെ കൈ കുറുതായിട്ടില്ല. ആമേൻ. അവന്റെ കൈ ചെറുതായി പോയിട്ടില്ല. അവൻ ഇന്നും വിടിവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസത്തിന്മേൽ വലിയ ദൈവ പ്രവൃത്തി, വലിയ വിടുതലുകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ അനുഭവിച്ചറിയട്ടെ. ആ രോഗത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ആ സാമ്പത്തിക ഞെരുക്കത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ അക്ഷരികമായി ഇന്ന് വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും, എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ശക്തമേറിയൊരു പ്രൊഫറ്റിക്കൽ പ്രെയർ ആണ് നടക്കുന്നത്. ആ മീറ്റിങ്ങുകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ട്. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ്. എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ നോക്കുക, നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ പറയുന്ന ദൈവമല്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ഇന്ന നേർച്ച കാഴ്ചകൾ ചെയ്താൽ, ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതല്ല യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. ആമേൻ. ഹല്ലേലൂയ. സംഭവിക്കുകയാണ്. ചില ഭവനങ്ങളുടെ മേൽ വലിയ ദൈവ പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഇവിടെ കരം എന്ന് പറയുന്ന പദം അക്ഷരികമാകുന്ന ഒരു കരത്തെ പറ്റിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി പ്രൈസ് ദി ലോർഡ്, ആ പദം എന്ന് പറയുന്നത് നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിനക്ക് ജയം നൽകുവാൻ, നിനക്ക് സംരക്ഷണം നൽകുവാൻ ആ കരം കൊണ്ട് പറ്റുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്. പല വ്യക്തികളുടെയും അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോയിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ. പല വ്യക്തികളും നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ സംരക്ഷണത്തിന് കീഴിലേക്ക് വന്നില്ലല്ലോ. പല വ്യക്തികളും നിങ്ങൾക്ക് ജയം നൽകി തരുമെന്നുള്ള വലിയ പ്രതീക്ഷകളോട് കഴിഞ്ഞ നാളുകൾ നിങ്ങൾ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ജയം കൈവരിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ യേശുവിന് നിന്റെ ജീവിതത്തിന്മേൽ ജയം നൽകി തരുവാൻ, രക്ഷ നൽകി തരുവാൻ, സംരക്ഷണം നൽകി തരുവാൻ പറ്റും. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എൻ്റെ യേശു എന്നെ രക്ഷിക്കും, എൻ്റെ യേശു എന്നെ വിടുവിക്കും, എൻ്റെ യേശുവിന്റെ കരം ഈ സീസണിൽ ഞാൻ കാണും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ
വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ആ ഇരുളിന്റെ ശക്തി വ്യക്തികളിൽ നിന്ന് വിട്ടുമാറട്ടെ. ആ ദുരാത്മാവിനോട് ചില വ്യക്തികൾക്ക് സന്തോഷമില്ലാതെ വണ്ണം, എവിടെ പോയി കഴിഞ്ഞാലും സക്സസ് ഇല്ലാതെ വണ്ണം ആക്കപ്പെട്ട ദുരാത്മ മണ്ഡലത്തെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ വിടുതൽ പ്രാപിക്കുക. ഇപ്പോൾ തന്നെ ദൈവിക വിജയം നിങ്ങൾ കൈവരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ദൈവം അഭിപ്രായം പറയുന്ന ദൈവമല്ല, അഭിപ്രായത്തെക്കാൾ ഉപരിയായി അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. പത്രോസ് ഒരിക്കൽ കൂട്ടരുമായി കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും പെട്ടെന്ന് പ്രതികൂലമായി. ആരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ കാറ്റും കോളും പെട്ടെന്ന് പ്രതികൂലമായി. ഇനി എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കും. ഈ സമയത്ത് യേശു ആർ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി വെള്ളത്തിൽ നടന്നു വന്നു. അവരെ കൊല്ലുമെന്ന് ചിന്തിച്ച പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ യേശു നടന്നു വന്നു. ഇന്ന് നിന്നെ കൊല്ലുവാൻ വേണ്ടി കടന്നു വന്ന സാഹചര്യത്തിന്റെ നടുവിൽ എന്റെ യേശു ഇറങ്ങി വരികയാണ്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ സമയത്ത് പത്രോസിനൊരാഗ്രഹം, ഗുരു അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൽ എനിക്കൊന്ന് നടക്കണം. ആമേൻ. നമ്മുടെ ദൈവം നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതുക, പ്രാർത്ഥിക്കുക. ദൈവഹിതപ്രകാരമാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ ദൈവപ്രവൃത്തി നടന്നിരിക്കും. യേശു പറഞ്ഞു, കമാൻ പത്രോസ്, നിങ്ങൾ പുറത്തു വരിക. വെള്ളത്തിന്മേൽ ആദ്യം അവൻ നടന്നു. അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നൊക്കെ നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ നീ പരാജയപ്പെടുകയില്ല. എന്നൊക്കെ യേശുവിന്റെ മുഖത്ത് നിന്ന് നിന്റെ കണ്ണുകൾ മാറ്റപ്പെടുന്നോ അവിടെ പരാജയം നീ കണ്ടു തുടങ്ങും. അതുകൊണ്ട് ഈ സീസന്റെ മേൽ യേശുവിനെ മാത്രം നോക്കുക. ഈ സമയത്ത് കടലിലേക്ക് നോക്കിയ, പ്രതികൂലത്തിലേക്ക് നോക്കിയ പത്രോസ് മുങ്ങിത്താഴുവാനിടയായി. എന്നാൽ ഈ സമയത്ത് യേശു ചെയ്ത കാര്യം, അവനെ കൈക്ക് പിടിച്ച്, അവൻ എവിടെ താഴെപ്പെട്ടു അവിടെ നിന്ന് അവനെ കൈക്ക് പിടിച്ച് അവനെ നീ എഴുന്നേൽപ്പിച്ചു. ഇന്ന് ആരോടെയോ ഞാൻ ഈ ദൂത് പറയുകയാണ്, നീ താണുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫിനാൻസിന്റെ മേൽ നീ താണുകൊണ്ടിരിക്കുകയാണ്. നിന്റെ രോഗം വന്ന് നിന്റെ ലൈഫ് തീരുമെന്നുള്ള രീതിയിലാണ് നീ ആയിരിക്കുന്നത്. നിന്റെ മക്കളെ ഓർത്തുകൊണ്ട് നിനക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവർ ഡ്രഗ്സിന് അഡിക്റ്റായി. അങ്ങനെയുള്ളവരുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അവർ ഡ്രഗ്സിന് അഡിക്റ്റായി. ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ എന്നെ കേൾക്കുന്നവരുണ്ട്. ഇന്ന രാജ്യത്തിലേക്ക് പാസ്റ്ററെ വലിയ പ്രതീക്ഷയോടുകൂടി ഞാനും എന്റെ കുടുംബം കടന്നുപോയതാണ്. ഇന്ന് കട്ടപ്പെട്ട അനുഭവമാണ്. ആ രാജ്യത്ത് സാമ്പത്തിക കുരുക്കൾ കാരണം, ജോലി ഇല്ലാത്ത കാരണം, അവിടെ സ്ഥിരമായി താമസിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്നത്. ജോലി ഇല്ലാത്ത കാരണം ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അക്കാലിന്റെ ഇഷ്യൂമായി ഭാരപ്പെടുന്ന വ്യക്തിയുടെ മേൽ അത്ഭുത കരത്തെ ഞാൻ വയ്ക്കുകയാണ്. അവന്റെ അടിപ്പിടലുകൾ, ആ ശൗക്യം, ആ നീര് ആ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. അത്ഭുതത്തെ ഞാൻ വയ്ക്കുകയാണ്. പത്രോസിനെ കൈ പിടിച്ച് എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളോടുള്ള ദൂത്, നീ താണു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. അവന്റെ കരം നിന്നോട് കൂടെ വരും. അവൻ നിന്നെ രക്ഷിക്കും, അവൻ നിന്നെ വിടുവിക്കും. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. സുൽത്താൻ പേട്ടുള്ള JB റോഡ് ഉള്ള ജോബിസ് മോൾ എന്നറിയപ്പെടുന്ന ആ മാളിന്റെ 4ാം നിലയിൽ സിൽവർ ഹോളിൽ വെച്ചാണ് നമ്മുടെ ആരാധനകൾ, വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. ആമേൻ. നിങ്ങളൊരു കൂട്ടായ്മയിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ദയവായി നിങ്ങൾ കൂട്ടായ്മകളിൽ പോകേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എവിടെ ദൈവജനം ഒരുമിച്ച് കടന്നു വരുമോ, എവിടെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കും, എവിടെ ദൈവജനം ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കും, അവിടെയാണ് ദൈവപ്രവൃത്തികൾ നടക്കുന്നത്. ആമേൻ. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ മാസം ഒരു അത്ഭുതകരമാകുന്ന മാസം ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട്. നാളെ വേറൊരു മെസ്സേജുമായി കാണാം.
ഗാഡ് ബ്ലെസ് യു ആൾ.